ഗുഡ് മോർണിംഗ്. ബയോടെക്നോളജി ഫസ്റ്റ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് കുറേ കാര്യങ്ങളാണ്. ബയോടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ പിന്നെ എങ്ങനെയാണ് DNA ട്രാൻസ്ഫർ നടക്കുന്നത്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു എന്ന് വരെ പറഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ പോയിന്റിൽ നിന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോസസ് ഓഫ് rDNA ടെക്നോളജിയാണ്. അതിൽ കുറേ സ്റ്റെപ്സ് നമ്മൾ എഴുതിയിരുന്നു. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. അതിൽ എല്ലാ സ്റ്റെപ്പും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്: DNA ഐസൊലേഷൻ, ജീൻ ആംപ്ലിഫിക്കേഷൻ ആൻഡ് PCR. നമുക്ക് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം ഹെഡിങ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് സ്യൂട്ടായിട്ടുള്ള പാർട്ടിനെ ആ ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുക്കുക. 3, മുറിച്ചെടുത്ത DNA ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, മേക്കിംഗ് മെനി കോപ്പീസ്, ദാറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR എന്തെന്ന് നമ്മൾ പഠിക്കും. ദെൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പല കോപ്പീസിൽ നിന്ന് ഓരോ കോപ്പിയും നമുക്ക് ആവശ്യമായ ഹോസ്റ്റ് DNAയുമായിട്ട് ലിഗേറ്റ് ചെയ്ത് rDNA ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ rDNA ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക്, ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ സെല്ലിൽ അതിൻ്റെ ജീൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. കിട്ടിയ ജീൻ പ്രോഡക്ട്സിൻ്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ, അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സസ് ഓഫ് ബയോടെക്നോളജി, rDNA ടെക്നോളജി. ഒന്നുകൂടെ നോക്കാം. ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ, ആംപ്ലിഫിക്കേഷൻ യൂസിംഗ് PCR, ligation of DNA molecules, insertion of recombinant DNA into host cell or organism, obtaining the foreign gene product, and downstream processing. So, നമ്മൾ ഇതിലെ ഓരോന്നായി നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സ്റ്റെപ്സിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഐസൊലേഷനാണ്. ഡിസൈൻഡ് ജീൻ സെഗ്മെന്റ് ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയത് ഏത് ഓർഗാനിസത്തിൻ്റെ സെല്ലിനുള്ളിലാണോ ആ ഓർഗാനിസത്തിൻ്റെ DNA വേർതിരിച്ചെടുക്കുന്നു. നമുക്ക് വേണ്ട പാർട്ടായിട്ട് DNA കിട്ടില്ലല്ലോ. അപ്പോൾ ഫുൾ DNA ഐസൊലേറ്റ് ചെയ്യുന്നു. ഒരു സെല്ലിൽ നിന്നല്ല, ധാരാളം സെൽസിൽ നിന്ന്, ഒരു ടിഷ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം DNA എന്ന് പറയുന്നത് മിക്കവാറും ന്യൂക്ലിയസിനുള്ളിലാണ്, പ്രധാനമായിട്ടും ന്യൂക്ലിയസിനുള്ളിലാണ് കാണുന്നത്. സോ സെൽ വോള് കടന്ന്, സെൽ മെംബ്രെയിൻ കടന്ന്, പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വോള് കടന്ന്, സെൽ മെംബ്രെയിൻ കടന്ന്, സൈറ്റോപ്ലാസം കടന്ന് ന്യൂക്ലിയസിനകത്താണ് DNA. ഫംഗസ് ആണേലും അതെ. അനിമൽ സെല്ലാണേലും സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ കടന്നേ നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂക്ലിയസും കടന്നു പോകണം. അപ്പോൾ DNA പ്യുവർ ഫോമിൽ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ആദ്യം നമുക്ക് സെൽ വോളിനെയാണ്, പ്ലാന്റ് സെല്ല് അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ല്, അതും അല്ലെങ്കിൽ ഫംഗൽ സെല്ലൊക്കെ ആണെങ്കിൽ സെൽ വോൾ ഉണ്ട്. സോ സെൽ വോൾ ഡിസോൾവിങ് എൻസൈംസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ലൈസോസൈം എൻസൈം ഉപയോഗിച്ചാൽ മതി, സെൽ വോൾ അങ്ങ് ഡിസോൾവ് ചെയ്യും. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലൈസ് എൻസൈം ഉപയോഗിക്കാം. അല്ല ഫംഗൽ സെല്ലുലോസ് ഉള്ള അല്ലെങ്കിൽ ഫംഗൽ വോൾ ആണെന്നുണ്ടെങ്കിൽ, ഫംഗൽ സെല്ലാണെന്നുണ്ടെങ്കിൽ അതിനെ ഫംഗൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമായ കൈറ്റിനേസ് ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ
സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസിനകത്ത് മറ്റു പല വസ്തുക്കളോടും മിക്സ് ചെയ്തായിരിക്കും, പല മോളിക്യൂൾസിനോടും മിക്സ് ചെയ്തായിരിക്കും DNA കാണുന്നത് അല്ലേ. RNA കാണാം, പ്രോട്ടീൻസ് കാണാം, കാർബോഹൈഡ്രേറ്റ്സ് കാണാം, ലിപ്പിഡ്സ് കാണാം. അപ്പോൾ സ്യൂട്ടായിട്ടുള്ള എൻസൈംസ് അവിടെയും ഉപയോഗിച്ച് ആ ഇംപ്യൂരിറ്റീസിനെ, എന്തുകൊണ്ട് ഇംപ്യൂരിറ്റീസ് എന്ന് വിളിച്ചു, നമുക്ക് ആവശ്യം ജനറ്റിക് മെറ്റീരിയലായ DNA മാത്രമാണ്, ബാക്കിയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം നമ്മൾ എന്തായി കണക്കാക്കുന്നു, ഇംപ്യൂരിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനോടൊപ്പം നിൽക്കുന്ന RNA ഉണ്ടെങ്കിൽ റൈബോന്യൂക്ലിയേസ് എൻസൈം ഉപയോഗിക്കുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു. ഇനി അതല്ല പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ പ്രോട്ടിയേസസ് എൻസൈം ഉപയോഗിച്ച് ആ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് DNA വേർതിരിക്കുന്നു. അല്ല ലിപ്പിഡ് ഉണ്ടെങ്കിൽ ലിപ്പേസസ് എൻസൈം ഉപയോഗിക്കുന്നു. ഏതാണോ അതിനോടനുബന്ധിച്ച് കാണുന്നത്, നമുക്ക് അറിയാം DNA എപ്പോഴും പ്രോട്ടീൻസ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, ആയിട്ട് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്താണ് കാണപ്പെടുന്നത് DNA. സോ അവയെല്ലാം ഡിസോൾവ് ചെയ്ത് മാറ്റി DNA പ്യുവർ ഫോമിൽ നമുക്ക് കിട്ടണം. അതായത് അതർ മോളിക്യൂൾസ് ലൈക്ക് RNA, പോളിസാക്കറൈഡ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇതെല്ലാം കാണും. ഇറ്റ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ആൻഡ് പ്യൂരിഫൈഡ് വിച്ച് ഇൻവോൾവ്സ് enzymes such as lysozyme, cellulase and chitinase for cell wall and ribonuclease proteases for RNA and proteins etc. അങ്ങനെ സ്യൂട്ടായിട്ടുള്ള എൻസൈംസ് ഉപയോഗിച്ച് അതിലെ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത് അതർ മാക്രോമോളിക്യൂൾസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട DNA മോളിക്യൂൾസിനെ മാത്രം, അതായത് DNA ഒരു ടിഷ്യൂവിലെ എത്ര സെല്ലുണ്ടോ ആ സെൽസിലെ എല്ലാം DNA മാത്രം ഒരു ഗ്രൂപ്പ്, ഒരു മിക്സ്ചറായിട്ട് നമുക്ക് വേണം. ഇങ്ങനെ സ്യൂട്ടായിട്ടുള്ള എൻസൈംസ് ഒഴിച്ച് ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസിനെ എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് ഈ DNA പ്യുവർ ഫോമിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്യുവർ ഫോമിൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചിൽഡ് എഥനോൾ. ചിൽഡ് എഥനോൾ ഒഴിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഫൈൻ ത്രെഡ്സ് ആയിട്ട് നമുക്ക് DNA കിട്ടും. കളറില്ലാത്ത മോളിക്യൂളാണ് DNA, അതുകൊണ്ട് തന്നെ ഒരു ഫൈൻ ത്രെഡായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഫൈൻ ത്രെഡ്സിനെ നമുക്ക് ഉപയോഗിക്കാം, ഫർദർ എന്താ പറയുക സ്റ്റെപ്സിന് വേണ്ടി ഉപയോഗിക്കാം നമുക്ക്. ഇവിടെ ഒരു സാമ്പിളിൽ നിന്ന് എങ്ങനെയാണ് DNA പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏതെങ്കിലും പ്ലാൻ പാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ആനിമൽ സെല്ലോ പ്ലാന്റ് സെല്ലോ ഏത് സെല്ലാണെങ്കിലും ശരി, ആ DNA ഉൾക്കൊള്ളുന്ന ആ സെൽസ്, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂ, അതിനെ ഗ്രൈൻഡ് ചെയ്ത് അതിലെ സെൽ വോൾ ബ്രേക്ക് ചെയ്ത് അതിലെ പ്രോട്ടീൻസ് ബാക്കിയുള്ളതെല്ലാം ഡിസോൾവ് ചെയ്യാൻ സ്യൂട്ടായിട്ടുള്ള എൻസൈംസ് ഒക്കെ കൊടുത്ത് വാഷ് ചെയ്ത് അതിൻ്റെ സൂപ്പർനൈറ്റൻ്റ് എടുത്ത് അതിൽ ചിൽഡ് എഥനോൾ ഒഴിച്ച് ആ ചിൽഡ് എഥനോളിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുകയാണ് DNA ആസ് ത്രെഡ്സ്. ആയിട്ട് നോക്കിയേ, DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. DNA എക്സ്ട്രാക്ഷനാണ് ഇവിടെ. ഇത് പീയിൽ നിന്നുള്ള DNA എക്സ്ട്രാക്ഷനാണ്. ഇത് ടൊമാറ്റോയിൽ നിന്ന്, ഇത് ഗ്രീൻ സ്പ്ലിറ്റ് പീസ് ആട്ടെ. ഇതാണ് ഈ നാര് പോലെ കിടക്കുന്ന മോളിക്യൂൾസ് ആയതുകൊണ്ട് അതിനെ എടുക്കാൻ വേറെ ചെറിയ കമ്പുകളൊന്നും പോരാ, അറ്റം വളഞ്ഞ എക്യുപ്മെൻറ്റേ പറ്റുള്ളൂ. അതാണ് സ്പൂളിംഗ് എന്നുകൊണ്ട് പറയുന്നത്. അത് നോക്കി അതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കാം, നാരുകളായിട്ട് കിടക്കുന്നതുകൊണ്ട്. സോ അങ്ങനെ പ്യൂരിഫൈഡ് DNA നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. ഇനി DNA എക്സ്ട്രാക്ഷൻ നടത്താനൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ ബനാനയിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അത് നോക്കിയേ, ബനാന കട്ട് ചെയ്ത് ഒരു സിപ്ഡ് കവർ, സിപ്പുള്ള കവറില്ലേ, അതിനെ മാഷ് ചെയ്യാണ്, നല്ലതുപോലെ പ്രസ് ചെയ്ത് മാഷ് ചെയ്യാണ്. എന്നിട്ട് അതിലേക്ക് ലിക്വിഡ് സോപ്പും സോൾട്ടും വാട്ടറും ആഡ് ചെയ്യുന്നു. നമ്മളവിടെ പല കാര്യങ്ങൾ ഡിസോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേ, അതൊക്കെ ഉദ്ദേശിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ മിക്സ്ചറിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ സൂപ്പർനൈറ്റൻ്റ് എടുക്കുന്നു, ഫിൽട്രേറ്റ് എടുക്കുന്നു. എന്നിട്ട് ആ ഫിൽട്രേറ്റിലേക്ക് ചിൽഡ് എഥനോൾ ഒഴിക്കുമ്പോൾ ആ ചിൽഡ് എഥനോളിൻ്റെ എഫക്റ്റ് കൊണ്ട് DNA ഇങ്ങനെ ത്രെഡ്സ് ആയിട്ട്, ഫൈൻ ത്രെഡ്സ് ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ് ഇപ്പോൾ കഴിഞ്ഞത്.
ഇനി ഐസൊലേറ്റ് ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ എല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒരു ജീൻ പാർട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ജീൻ സെഗ്മെന്റ് മാത്രമാണ്. ഇനി ആ ജീൻ സെഗ്മെന്റ് ഏതെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതറിയണമെന്നുണ്ടെങ്കിൽ ആ ജീൻ സെഗ്മെന്റിൽ ഏതൊക്കെ ബേസ് സീക്വൻസുകളാണെന്നുള്ളത് നമ്മൾ അറിയണം. ആ ബേസ് സീക്വൻസുകളിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണെന്ന് നമ്മൾ അറിയണം. ആ മോളിക്യുലാർ സിസർ ഉപയോഗിച്ച് ആ പർട്ടിക്കുലർ ജീൻ സെഗ്മെന്റ്, ആ DNA-യുടെ ലോങ് സ്ട്രാൻഡ്സിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ DNA കണ്ടെയ്നിങ് ടെസ്റ്റ് ട്യൂബിലേക്ക് അല്ലെങ്കിൽ ഏത് ഡിഷാണെങ്കിൽ അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ റെസ്ട്രിക്ഷൻ എൻസൈം ആ DNA-യിൽ പരതി തനിക്ക് ആക്ട് ചെയ്യാവുന്ന സ്ഥലം കണ്ടെത്തി അതിൽ മുറിവുണ്ടാക്കും. അപ്പോൾ DNA, നമ്മൾ കൊടുത്ത DNA പല പല പീസസ് ആയി മുറിഞ്ഞ് ഒരു മിക്സ്ചറായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടും. അതായത് നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ആസ് മോളിക്കുലാർ സിസേഴ്സ് ദാറ്റ് കട്ട് DNA at specific location. These reactions are called restriction enzyme digestions. They involve the incubation of the purified DNA with the selected restriction enzyme at conditions optimal for specific enzyme. ഓരോ എൻസൈമും ഓരോ സ്ഥലത്താണ് കട്ടുണ്ടാക്കുന്നത്. അപ്പോൾ സ്യൂട്ടായിട്ടുള്ളത് എൻസൈം ഏതെന്ന് കണ്ടെത്തി വേണം അതിനെ വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ച് കിട്ടിയ മിക്സ്ചറിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ തരംതിരിച്ചെടുക്കാം? ബൈ gel electrophoresis. The technique agarose gel electrophoresis revealed the progress of the restriction enzyme digestion. This technique involves, എന്താണ് ആ ടെക്നിക്കിൽ എന്താ നടക്കുന്നത്? അഗറോസ് ജെൽ മീഡിയത്തിലൂടെ നമ്മൾ DNA മോളിക്യൂളിനെ പാസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾ ആയതുകൊണ്ട് പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യാൻ അതിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്, അല്ലേ? ഇനി ബഫർ സൊല്യൂഷൻ. അങ്ങനെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അതിനെ മൂവ് ചെയ്യിച്ച്, പക്ഷേ അതിലെ വലിപ്പം അനുസരിച്ച് അഗറോസ് ജെല്ലിലെ പോഴ്സിലേക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് ആ DNA സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. എന്നിട്ട് നമുക്ക് വേണ്ട DNA സെഗ്മെന്റ് നമ്മൾ പറഞ്ഞു, എപ്പോഴും അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ട ജീൻ സെഗ്മെന്റിന്റെ വലിപ്പമുള്ള ജീൻ സെഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെല്ലുണ്ടായിരിക്കും. ആ വെല്ലിലെ DNA-യുടെ യാത്ര എവിടെ വരെയുണ്ടോ അതിന് നേർക്കുള്ള DNA മോളിക്യൂൾസ് ആയിരിക്കും കളക്ട് ചെയ്തെടുക്കുക. സോ അങ്ങനെ അഗറോസ് ജെൽ സഹിതം ആ DNA മോളിക്യൂൾസിനെ കട്ട് ചെയ്തെടുത്ത് അതിനെ സ്യൂട്ടായിട്ടുള്ള സോൾവെന്റിലിട്ട് DNA സെഗ്മെന്റ്സിനെ, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ദാറ്റ് ഈസ് എല്യൂഷൻ. ഓക്കെ. ഇനി വെക്റ്റർ DNA is also processed using the same procedure. എന്തിനു വേണ്ടിയാണ്? വെക്റ്റർ DNA മുറിച്ചെടുക്കേണ്ടി വരും, കാരണം അവിടെ സ്യൂട്ടായിട്ടുള്ള കട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതേ റെസ്ട്രിക്ഷൻ എൻസൈം തന്നെ ഉപയോഗിക്കണം, അല്ലേ? ഇനി നമുക്ക് കിട്ടിയ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെ മാത്രമേ ഉള്ളൂ. ആ DNA സെഗ്മെന്റ്സിനെ നമുക്ക് അത്രയും ലിമിറ്റഡ് ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കളക്ട് ചെയ്ത ഡിസൈഡ് ജീൻ സെഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്താൽ അതിനെ മൾട്ടിപ്പിൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരേ സമയം പല ഹോസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഉദ്ദേശിച്ച് സെലക്ട് ചെയ്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ കോപ്പീസ് എടുക്കണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് PCR. PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. പോളിമറൈസ് എൻസൈമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. DNA റെപ്ലിക്കേഷൻ സഹായിക്കുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം. സോ പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ടാകുന്ന വിധത്തിൽ DNA ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. അതാണ് PCR എന്ന് പറയുന്നത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. It is a method to make multiple copies of the desired gene segment. അതിനായിട്ടൊരു DNA പോളിമറൈസ് എൻസൈം വേണം. പിന്നെ ആ DNA പോളിമറൈസ് എൻസൈം ആക്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. DNA റെപ്ലിക്കേഷൻ നിങ്ങൾ സുവോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA
അത് സിംഗിൾ സ്റ്റാൻഡായി മാറും. അതായത് അതിനിടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ഡിസോൾവ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡായി മാറി DNA പോളിമറൈസ് എൻസൈമിൻ്റെ സഹായത്തോടെ ആവശ്യമുള്ള ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുക ചെയ്യുന്നത്. ഇതേ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിലും ഇത് ആർട്ടിഫിഷ്യലി ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. സോ PCR ടെക്നിക്കിൽ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, നമുക്കറിയാം ഏത് ജീനാണോ ഏത് DNA ആണോ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കേണ്ടത് ആ DNA ഫ്രാഗ്മെൻറ്റ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, അതാണ് ടെംപ്ലേറ്റ്, അച്ച്. ഇനി DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തക്കവണ്ണം ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ടാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ഡെലിബറേറ്റ് ആയിട്ട് ആ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നിക്കിൽ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒളിഗോന്യൂക്ലിയോടൈഡ്സ് ആണ്, കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ്സ് ആണ് പ്രൈമേഴ്സ് എന്ന് പറയുക. ഈ പ്രൈമേഴ്സിനൊരു പ്രത്യേകത വേണം. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ചൂടാക്കി ഹൈഡ്രജൻ ബോൺസ് ഡിസോൾവ് ചെയ്ത് ചെയ്യിച്ച് അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡാക്കി മാറ്റുമ്പോൾ ആ ഓരോ സ്റ്റാൻഡിൻ്റെയും 3' എൻഡിലേക്ക് പറ്റിപ്പിടിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ പെയർ ചെയ്യാൻ തക്കവണ്ണമുള്ള ബേസ് സീക്വൻസ് ഉള്ള ഒളിഗോന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും പ്രൈമേഴ്സ്. ആ പ്രൈമേഴ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പ്രൈമേഴ്സ് സെപ്പറേറ്റ് ചെയ്ത DNA സ്റ്റാൻഡിൻ്റെ 3' എൻഡിലേക്ക് ചെന്ന് പറ്റിപ്പിടിക്കുമ്പോൾ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഇനി ആ DNA പെയർ ചെയ്യില്ല, പകരം ഇതിൻ്റെ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആണ് DNA പോളിമറൈസ് എൻസൈമിൻ്റെ ആവശ്യം. അപ്പോൾ പ്രൈമേഴ്സ് വേണം, ടെംപ്ലേറ്റ് വേണം, ഇനി DNA പോളിമറൈസ് എൻസൈം വേണം. ഞാൻ പറഞ്ഞു നാച്ചുറലി അല്ല ആർട്ടിഫിഷ്യലി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി വേണം DNAയുടെ നേച്ചർ മാറ്റാൻ, ഡീനാച്ചുറേഷൻ നടത്താൻ. സോ ഡീനേച്ചർഡ് DNA അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോൺസ് ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് നല്ല ടെമ്പറേച്ചറിൽ ചൂടാക്കേണ്ടി വരും. ഇനി പ്രൈമർ ആഡ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട്, വളരെ കുറച്ച് ആ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ചെറുതായിട്ട് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുകയുള്ളൂ. അപ്പോഴും നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയിൽ സാധാരണഗതിയിലുള്ള എൻസൈംസ് ഒക്കെ നശിച്ചു പോകാം. അപ്പോൾ ആർട്ടിഫിഷ്യലി DNA ആംപ്ലിഫിക്കേഷൻ നടത്തുകയായതുകൊണ്ട് ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു DNA പോളിമറൈസ് എൻസൈമാണ് അവിടെ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് കോൾഡ് ടാക് പോളിമറൈസ്. ഇനി ടാക് പോളിമറൈസിൻ്റെ സഹായത്തോടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്ത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ 3' എൻഡിലേക്ക് പ്രൈമേഴ്സ് ആഡ് ചെയ്താൽ ഇനി ആ പ്രൈമേഴ്സിന് തുടർച്ചയായിട്ട് പുതിയ സ്ട്രാൻഡിൻ്റെ ന്യൂക്ലിയോടൈഡുകൾ വേണം. അതായത് അഡിനിൻ ന്യൂക്ലിയോടൈഡുകൾ, തൈമിൻ ന്യൂക്ലിയോടൈഡുകൾ, ഗ്വാനിൻ ന്യൂക്ലിയോടൈഡുകൾ, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡുകൾ, ഇവയൊക്കെ ആർട്ടിഫിഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് എന്ത് ചെയ്യുക, PCR ടെക്നിക്ക് സക്സസ് ആവുക. നമുക്ക് നോക്കാം. ദ കട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA ക്യാൻ ബി ആംപ്ലിഫൈഡ് യൂസിങ് PCR, which can be then ligated with the cut vector. ഇനി ആ PCR ടെക്നിക്കിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? DNA സാമ്പിൾ വേണം, പ്രൈമേഴ്സ് വേണം, ന്യൂക്ലിയോടൈഡുകൾ വേണം, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡുകൾ വേണം, പിന്നെ ടാക് പോളിമറൈസ് എന്ന DNA പോളിമറൈസ് എൻസൈം വേണം, പിന്നെ അതിന് ഫങ്ഷൻ ചെയ്യാൻ ഒരു ബഫർ സൊല്യൂഷൻ വേണം, പിന്നെ PCR നടത്താനായിട്ടുള്ള ട്യൂബ് വേണം. ഇനി PCRൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നോക്കിയേ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണിത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൊടുത്ത് അബൌട്ട് 95 ഡിഗ്രി സെൽഷ്യസ് കൊടുത്ത് സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡീനാച്ചുറേഷൻ ഓർ ഡീനേച്ചറിങ് ഓഫ് DNA. എന്തിനാണ്? ടു സെപ്പറേറ്റ് ദ DNA സ്ട്രാൻഡ്സ്. ഇതിനിടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ഡിസോൾവ് ചെയ്ത് ഇതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാനാണ് ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡായി മാറുമ്പോൾ അവിടെ ആർട്ടിഫിഷ്യലി എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? പ്രൈമേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൈമേഴ്സ് എന്തിന് തുല്യമാണെന്നാണ് പറഞ്ഞത്? ഓരോ
DNA എൻഡിലേക്ക് പറ്റിപ്പിടിക്കാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ പെയർ ചെയ്യാൻ തക്കവണ്ണമുള്ള ന്യൂക്ലിയോറ്റൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോറ്റൈഡിൻ്റെ ഒരു പീസാണ്, ഒന്നിലധികം ന്യൂക്ലിയോറ്റൈഡുകളുള്ളൊരു സെഗ്മെൻ്റാണ്, ഒരു DNA സെഗ്മെൻ്റാണ് നമ്മൾ പ്രൈമേഴ്സായിട്ട് കൊടുക്കുക. പ്രൈമറിനെ ചെന്ന് അറ്റാച്ച് ചെയ്യാൻ, പെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ 95 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറച്ചു കൊണ്ടുവരുന്നു. അബൌട്ട് 55 to 62 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനു വേണമെന്ന് അറിയോ? ഫോർ അനീലിംഗ് ഓഫ് പ്രൈമർ. ദാറ്റ് ഈസ് കോൾഡ് പ്രൈമർ അനീലിംഗ്. ഇനി ആർട്ടിഫിഷ്യലി ന്യൂക്ലിയോറ്റൈഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ന്യൂക്ലിയോറ്റൈഡുകൾ. അവ സ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി DNA പോളിമറൈസ്, അതായത് ടാഗ് പോളിമറൈസ് എൻസൈം സഹായിക്കും. ആസ് എ റിസൾട്ട് ഈ ഓരോ DNA സ്റ്റാൻഡിലും പറ്റിപ്പിടിച്ച പ്രൈമറിന് ബാക്കിയായി ഈ ഓരോ DNAയിലെ ടെംപ്ലേറ്റിലുമുള്ള ബേസ് സീക്വൻസിന് കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസുകളുള്ള അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോറ്റൈഡുകൾ കൂട്ടിച്ചേർത്ത് 2 DNA മോളിക്യൂളായിട്ട് അതിനെ മാറ്റുന്നു. ഇത് ഒരു PCR സൈക്കിളാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡിനാച്ചുറേഷൻ, പ്രൈമർ അലീനിങ് ആൻഡ് പ്രൈമർ എക്സ്റ്റൻഷൻ. നമുക്ക് നോക്കാം ഡിനാച്ചുറേഷൻ. The reaction mixture is heated to 95 degrees Celsius for a short time period, about 15 to 30 seconds, to denature the target DNA into single strands that can act as template for DNA synthesis. DNA സിന്തസിസിന് അച്ചായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യുന്നു? ഹൈ ഡിഗ്രിയിൽ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. 95 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൊടുത്ത് DNA ഡീനേച്ചർ ചെയ്യിക്കുന്നു. DNAയുടെ നേച്ചർ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഡീനേച്ചറിങ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് നേച്ചർ മാറ്റി സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കുന്നു. ഇനി ആ സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നടക്കുന്നത്? പ്രൈമർ അനീലിംഗ്. The mixture is rapidly cooled to a defined temperature which allows the two primers to bind to the sequence on each of the two strands flanking the target DNA. അതായത് പ്രൈമർ അനീലിംഗ് നടക്കാൻ, പ്രൈമർ പറ്റിപ്പിടിക്കാൻ, എവിടെ? DNA ടെംപ്ലേറ്റുകളിലേക്ക് പറ്റിപ്പിടിക്കാൻ തക്കവണ്ണം ടെമ്പറേച്ചർ ഒന്ന് ലോവർ ചെയ്യുന്നു. ആ ലോവർ ചെയ്തിട്ട് പ്രൈമേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഷോർട്ട് കെമിക്കലി സിന്തസൈസ്ഡ് സിംഗിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസുകളാണ്, ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസുകളാണ്. അതിൽ 20 to 30 ന്യൂക്ലിയോറ്റൈഡ് ലെങ്ത് ഉണ്ടാകും. അത്രയും ഭാഗം അത് അങ്ങ് പെയർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് അതിനെ തുടർന്ന് സ്യൂട്ടായിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡുകൾ, അഡിനിനോ തൈമിനോ ഗ്വാനിനോ സൈറ്റോസിനോ ന്യൂക്ലിയോറ്റൈഡുകൾ കൂട്ടിച്ചേരാനുള്ള ഒരു ടെൻഡൻസി അതിലുണ്ടാക്കുക ചെയ്യുന്നത്. സോ പ്രൈമേഴ്സ് ആർ ഷോർട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് സീക്വൻസസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഓർ ഒളിഗോന്യൂക്ലിയോറ്റൈഡ്സ്, യൂഷ്വലി 20 to 30 ന്യൂക്ലിയോറ്റൈഡ് ലോങ്, സെലക്റ്റഡ് ടു സ്പെസിഫിക്കലി ഹൈബ്രിഡൈസ്. ഹൈബ്രിഡൈസ് എന്ന് പറഞ്ഞാൽ പെയർ ചെയ്യുക. ഓർ അനീൽ ടു എ പർട്ടിക്കുലർ ന്യൂക്ലിക് ആസിഡ് ടാർഗറ്റ്. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യിച്ച DNA സ്റ്റാൻഡിലെ 3' എൻഡിലേക്ക് ചെന്ന് പെയർ ചെയ്യാൻ തക്കവണ്ണമുള്ള 20 മുതൽ 30 വരെ ന്യൂക്ലിയോറ്റൈഡ് ലെങ്ത് ഉള്ള പ്രൈമേഴ്സിനെ കൊടുക്കുന്നു. ഓക്കെ. ഇനി this annealing temperature is calculated carefully to ensure that the primers bind only to the desired DNA sequence, usually around 55 degrees Celsius. പ്രൈമേഴ്സ് മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ, അല്ലാതെ പേരന്റൽ സ്ട്രാൻഡ്സ്, അതായത് DNA സ്ട്രാൻഡ്സ് തങ്ങളിൽ അറ്റാച്ച് ചെയ്യാതിരിക്കാൻ ഉള്ള അവസ്ഥയുണ്ടാക്കും. എന്താണ്? One primer binds to each strand. The two parental strands do not re-anneal with each other because the primers are in large excess over. ധാരാളം അളവിൽ എന്തുണ്ട്? പ്രൈമേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത DNA തന്നെ കൂടി ചേരാനുള്ള അവസരം ഇല്ലാതെയാക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? പ്രൈമേഴ്സ് അറ്റാച്ച് ചെയ്തു. ഇനി പ്രൈമേഴ്സ് അറ്റാച്ച് ചെയ്തതിന് ബാക്കിയായിട്ട് DNAയുടെ ബാക്കി ഭാഗത്തെ ന്യൂക്ലിയോറ്റൈഡുകൾ എന്താണോ, DNA ടെംപ്ലേറ്റിലെ ന്യൂക്ലിയോറ്റൈഡുകൾ എന്താണോ അതിന് കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസുകൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസസുകളെ, ന്യൂക്ലിയോറ്റൈഡുകളെ DNA പോളിമറൈസ് എൻസൈമിൻ്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കുന്നു.
ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഈസ് റേസ്ഡ് ടു 72 ഡിഗ്രി സെൽഷ്യസ്. എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ 55 ഡിഗ്രിയിലേക്ക് കുറച്ചുകൊണ്ട് വന്നു ഫോർ പ്രൈമർ അനൈലിംഗ്. ഇനി പ്രൈമർ എക്സ്റ്റൻഷൻ നടക്കാനായിട്ട് ടെമ്പറേച്ചർ വീണ്ടും ഒന്ന് കൂട്ടുന്നു, 72 ഡിഗ്രിയോളം കൂട്ടുന്നു. ആൻഡ് കെപ്റ്റ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ഫോർ എ പ്രീസെറ്റ് പീരീഡ് of time to allow DNA polymerase to elongate each primer by copying the single stranded template. അപ്പോൾ സ്യൂട്ടായിട്ടുള്ള ആ ടെംപ്ലേറ്റിലുള്ള നൈട്രജൻ ബേസിസിൻ്റെ കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് പ്രൈമറിന് തുടർച്ച, അതായത് പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ നടത്താൻ ആര് സഹായിക്കുന്നു? ടാക് പോളിമറൈസ്. Annealing of primers to the target sequence provide the necessary template format that allows DNA polymerase to add nucleotides to the 3' terminal of each primer and extend sequence complementary to the target template. അപ്പോൾ ടാക് പോളിമറൈസ് അതിനായിട്ട് ഉപയോഗിക്കാൻ കാരണം ഈ 95 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അല്ല കുറച്ച് 55 ഡിഗ്രി വരുമ്പോഴും പിന്നും കൂട്ടി 72 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒന്നും ഘടനമാറ്റം സംഭവിക്കാതെ ഇരിക്കാനാണ് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു DNA പോളിമറൈസ് എൻസൈം ഉപയോഗിക്കുക. ഈ DNA പോളിമറൈസ് എൻസൈം എടുത്തിരിക്കുന്നത് തെർമസ് അക്വാട്ടിക്കസ് എന്ന ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ഈ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം ഫസ്റ്റ് ഇപ്പോൾ PCR എക്യുപ്മെൻറ്റിൽ ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി. ആ DNA പോളിമറൈസ് എൻസൈമിന് രൂപം മാറാത്തത് കൊണ്ട് എത്ര സൈക്കിൾ PCR നടന്നാലും അതേ ടാക് പോളിമറൈസ് തന്നെ സഫീഷ്യൻ്റ് ആണ്. സോ ടാക് polymerase is a thermostable DNA polymerase enzyme extracted from a bacterium called Thermus aquaticus. It is called thermostable DNA polymerase enzyme. അപ്പോൾ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂട്ടിയെന്ന് പറഞ്ഞു, 55 ഡിഗ്രിയിൽ നിന്ന് 72 ഡിഗ്രിയിലേക്ക് കൂട്ടിയ എന്തിനു വേണ്ടിയാണ്? The ability to allow primer annealing and extension to occur at elevated temperatures without detriment to the polymerase increases the stringency of the reaction, thus decreasing the chance for amplification of non-target nucleic acids. എന്ന് പറഞ്ഞാൽ എന്താ? ആ പെയർ ചെയ്യേണ്ട നാച്ചുറലി ആദ്യം കൊടുത്ത ഡബിൾ സ്റ്റാൻഡേർഡ് DNA പെയർ ചെയ്യാതെ പ്രൈമേഴ്സ് എന്താ പറയുക, ഒരു പടി മുമ്പ് പ്രൈമർ അനീലിംഗ് നടന്ന് എക്സ്റ്റൻഷൻ നടന്ന് കോപ്പീസ് ഉണ്ടാകും. ഇങ്ങനെ 3 സ്റ്റെപ്പ് റിയാക്ഷൻ നടക്കുമ്പോൾ ഒറ്റ PCR സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതാ നോക്കിയേ, ഇതൊരു DNA ഡബിൾ സ്റ്റാൻഡാണ്. ഈ DNA ഡബിൾ സ്റ്റാൻഡിൽ ഈ ഒരു DNA സീക്വൻസ് ആണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. 2 സ്റ്റാൻഡും ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷൻ ഉള്ളതാണ്. ഈ സ്റ്റാൻഡിൽ 3' ഡയറക്ഷൻ ഇതാണ്, ഇതിൽ 3' ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, ഇനി അവിടെ കൊടുത്തിരിക്കുന്ന ന്യൂക്ലിക് ആസിഡുകളാണ് ഇവിടെ. ഇത് പ്രൈമേഴ്സാണ്. DNA ഡീനേച്ചർ ചെയ്തു, ഡീനാച്ചുറേഷൻ ഓഫ് DNA കോസിങ് ദ ഡീനേച്ചറിങ് ഓഫ് DNA. അതെന്താ സംഭവിച്ചത്? സിംഗിൾ സ്റ്റാൻഡേർഡായി മാറി അറ്റ് 95 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടെമ്പറേച്ചർ 55 ഡിഗ്രിയിലേക്ക് ലോവർ ചെയ്തു. എന്നിട്ട് അവിടെ കൊടുത്ത പ്രൈമേഴ്സ് അവിടേക്ക് പെയർ ചെയ്യാൻ അനുവദിക്കുന്നു. പെയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രൈമർ അനീലിംഗ്. ഇനി പെയർ ചെയ്ത പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ ഇതാ നോക്കിയേ, ഉണ്ടാകുന്ന പുതിയ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? 5' 3' ഡയറക്ഷനിലാണ്. അതായത് DNA സ്റ്റാൻഡിൻ്റെ 3' എൻഡിനേക്കാണ് പ്രൈമേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുക. അതിന് തുടർച്ചയായിട്ട് 5' 3' ഡയറക്ഷനിൽ പുതിയ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് പുതിയ DNA ആയി മാറി. ഈ ഒരു മോളിക്യൂൾ DNA 2 മോളിക്യൂൾ DNA ആയി മാറി ആഫ്റ്റർ 1 PCR സൈക്കിൾ. അതുപോലെ രണ്ടാമത്തെ PCR സൈക്കിളിൽ വീണ്ടും ഇതിനെ സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. ഡീനേച്ചറേഷൻ, പ്രൈമർ അനീലിംഗ്, പ്രൈമർ എക്സ്റ്റൻഷൻ, ഇങ്ങനെ പലതവണ ഈ റിയാക്ഷൻസ് നടന്ന് മില്യൺസ് ഓഫ് കോപ്പീസ് ആണ് എടുക്കുക. അതിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ നോക്കി, the formula used to calculate the number of DNA copies formed after a given period of cycle is 2 raised to n.
വേർ n ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. എത്ര സൈക്കിൾ നടക്കുന്നു അത്രയും അനുസരിച്ച്. ഇതാ നോക്കിയേ, 30 സൈക്കിൾ PCR നടന്നാൽ ഉണ്ടാകുന്ന കോപ്പീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ എൻവയൺമെൻറ്റിൽ ഒരു പർട്ടിക്കുലർ DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്ന ടെക്നിക്കാണ് PCR. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, ദെൻ ആ ജെനറ്റിക് മെറ്റീരിയലിൽ നിന്ന് സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ സെലക്ഷൻ, ദെൻ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആംപ്ലിഫിക്കേഷൻ ബൈ PCR. PCRൻ്റെ സ്റ്റെപ്സ് ചോദിച്ചാൽ 3 സ്റ്റെപ്പ് പ്രോസസ്സാണുള്ളത്. പിന്നെ ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ്, പ്രൈമർ എക്സ്റ്റൻഷൻ. അവിടെ യൂസ് ചെയ്യുന്ന DNA പോളിമറൈസ് എൻസൈം ടാക് പോളിമറൈസ്. ഏതവസ്ഥയിലാണ് DNA ഡീനേച്ചർഡ് ആകുന്നത്? ഹൈ ടെമ്പറേച്ചറിൽ, അതായത് 95 ഡിഗ്രി അല്ലെങ്കിൽ 97 ഡിഗ്രി വരെ ചൂടാക്കുമ്പോൾ. എന്നിട്ട് ചെറുതായിട്ട് ലോവർ ചെയ്യുന്നു, 55 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രൈമർ അനീലിംഗ് നടത്തുന്നു. വീണ്ടും ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 72 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ നടക്കും. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ.